ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും പറയാൻ പോകുന്നത് നമ്മുടെ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവ ഉപയോഗിച്ചിട്ടുള്ള മാലിന്യ സംസ്കരണ രീതിയെക്കുറിച്ചാണ്. നമ്മളിതിനെക്കുറിച്ചൊരു ഷോർട്ട് വീഡിയോ 2 ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് നമ്മളെ വിളിച്ച് ചോദിച്ചു ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് വിശദമാക്കി പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഒന്നുമില്ല, ഇത് ജസ്റ്റ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമുക്കൊരു ഡ്രമ്മോ അല്ലെങ്കിൽ ഒരു വലിയൊരു പാത്രം, ഇതുപോലെയുള്ള ഒരു ഡ്രമ്മാണ് ഏറ്റവും നല്ലത്. ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഡ്രം നമുക്ക് 600-800 രൂപയ്ക്കൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഞാനിത് മുട്ടത്ത്, ആലുവ അടുത്ത് മുട്ടം എന്ന് പറയുന്നുള്ള ഒരു സ്ഥലത്ത് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തു നിന്നാണ് ഇത് വാങ്ങിയത്. ഈ ഒരു ഡ്രമ്മ് മാത്രമാണ് നമുക്കിതിൽ ആവശ്യമുള്ളത്. അപ്പോൾ ഈ ഒരു ഡ്രം ഉണ്ടെങ്കിൽ ഒരു ചെറിയ വീട്ടിലത്തെ മാലിന്യങ്ങൾ ഏകദേശം ഒരു വർഷം വരെയൊക്കെ നമുക്കിതിലേക്ക് ഒരെണ്ണം മതിയാവും. ഞാനിത് 2 വാങ്ങി വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിറയുമ്പോൾ എനിക്ക് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡ്രം അല്ലെങ്കിൽ ഒരു 2 ഡ്രം നമ്മളിങ്ങനെ വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം നിറയുമ്പോൾ ഏകദേശം ഒരു 6-8 മാസമൊക്കെ ആകുമ്പോൾ നല്ലോണം ഉപയോഗം ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിലേക്ക് ഈ ഒരു ചെറിയ ഡ്രം നിറഞ്ഞു വരും. ആ സമയത്ത് നമുക്ക് ഇതുപോലൊരു അടുത്തൊരു ഡ്രമ്മും കൂടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്കും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആദ്യത്തെ വളമായിട്ട് നമുക്ക് മാറ്റാം. ആ സമയത്ത് നമുക്കിതിൽ ഫില്ലായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയാണ് ഇവിടെ 2 വെച്ചിരിക്കുന്നത്. ഒരെണ്ണം ആണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡ്രമ്മിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഡ്രമ്മിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പോൾ ഈ കാണുന്നത് കണ്ടോ, ഇതുപോലെ ഒരു ഹോളിടുക. ഇതിപ്പോൾ ഒരു ഇഞ്ചിൻ്റെ പൈപ്പാണ്. അപ്പോൾ ഈ 1 ഇഞ്ചിൻ്റെ പൈപ്പിൽ ഇടാവുന്ന ഒരു ഹോള് നമ്മളിതിൽ അടിക്കണം. ഒരു ഹോൾ അടിച്ചതിന് ശേഷം ഒരു MT യും FT യും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തും കണ്ടോ, അകത്തോട്ട് ഒരു ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു MT FT വെച്ച് കഴിഞ്ഞാൽ അകത്തും പുറത്തുമായിട്ട് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് ജസ്റ്റ് സ്ക്രൂ ചെയ്യുന്ന പോലെയുള്ള ഒരു പരിപാടിയേ ഉള്ളൂ. അത് രണ്ടും പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പുറത്തോട്ട് ഈ വരുന്ന ലാർവകൾക്ക് പോകാൻ വേണ്ടിയിട്ടൊരു പൈപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് വെച്ചത്. ഇനി ഇതിൻ്റെ പുറത്ത് ഒരു ബക്കറ്റ് എന്തെങ്കിലും നമ്മളൊരു ഹോൾ ഇട്ടിട്ട് ഇതുമ്മേ കൊളുത്തി വിടുക അല്ലെങ്കിൽ ഇതുമ്മേ പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിലേക്കാണ് ഈ ലാർവകൾ വന്ന് വീഴുക ശരിക്കും. അപ്പോൾ എനിക്ക് ലാർവയുടെ ആവശ്യമില്ല. ഞാൻ എൻ്റെ കോഴികൾ മുമ്പുണ്ടായിരുന്നു, കുറച്ച് കോഴികളൊക്കെ തീർന്നായിരുന്നു. അത് കാരണമാണ് എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഈ ലാർവകൾ ഇതിൽ കൂടെ പുറത്തേക്ക് പറന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പാത്രം പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി അത്യാവശ്യം ലാർവകളെ കളക്ട് ചെയ്യാനും അത് ജസ്റ്റ് ഒന്ന് കഴുകി കഴിഞ്ഞാൽ കോഴികൾക്ക് നല്ല പ്രോട്ടീനുള്ള ഒരു വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അകത്തെ ഭാഗം എന്ന് പറയുന്നത് കണ്ടോ, ഈ നമ്മൾ MT FT വെച്ചതിൻ്റെ അവിടെ നിന്ന് ഒരു ടീ വെച്ചതിന് ശേഷം ആ ടീയിലെ ഒരു പച്ച പൈപ്പ്, നമുക്ക് നമ്മൾ വെള്ളം മോട്ടർ അടിക്കുമ്പോൾ നമുക്ക് വെള്ളത്തിനൊക്കെ ഉപയോഗിക്കുന്ന 1 ഇഞ്ചിൻ്റെ പച്ച പൈപ്പുണ്ട്. അത് 1 മീറ്റർ വാങ്ങിയിട്ട് അത് കട്ട് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ താഴെ ഉണ്ടാവുന്ന ലാർവകൾക്ക് ഇത് ഈ പൈപ്പുമ്മേ കൂടെ മുകളിലേക്ക് കയറി വരാനും ഈ പുറത്തേക്കുള്ള ഹോളിലൂടെ കയറി പുറത്തേക്ക് വരാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ പച്ച പൈപ്പ് നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് പുഷ് ചെയ്ത് വെച്ചാൽ മതി, അതവിടെ ഇരുന്നോളും. പിന്നെ നമ്മളിതിൻ്റെ അകത്തേക്ക് ചെയ്യുന്നൊരു കാര്യം, ഇതിൻ്റെ ഡ്രമ്മിൻ്റെ മൂടി ഉണ്ടല്ലോ, അപ്പോൾ ഈ മൂടിയുടെ ഈ മൂടിയുടെ നടുവിലായിട്ട് ഒരു ഹോള്, ഇവിടെ നമ്മൾ ഹോളിട്ടതുപോലെ തന്നെ ഇവിടെയും നടുവിലായിട്ടൊരു 1 ഇഞ്ചിൻ്റെ ഹോൾ അടിക്കുക. ആ ഹോളിൻ്റെ അകത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു MT FT വെച്ചിട്ട് അടിയിലും മുകളിലായിട്ട് കണ്ടോ, താഴേക്കും മുകളിൽ മാത്രം വെച്ചാലും മതി. ഒരു MT വെച്ചിട്ട് അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അനങ്ങില്ല, അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു 1 ഇഞ്ചിൻ്റെ തന്നെ പൈപ്പിൻ്റെ പീസ് വെച്ചിട്ട് പിന്നെ ഒരു ടീ വയ്ക്കുക. പിന്നെ 2 പീസ്, ഇത് ജസ്റ്റ് ഈ ഈച്ചകൾക്ക് ഈ ഹോളിൻ്റെ ഇതൊരു ഹോളാണല്ലോ, അപ്പോൾ ഇതിങ്ങനെ ചരിച്ച് വെച്ചേക്കുന്നത് ഇതിൽ കൂടെ ഇവർക്ക് അകത്തോട്ട് കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഈ പൈപ്പിൻ്റെ എൻഡ് ഉണ്ടല്ലോ, ഇവിടെ
ഒരു കോറുഗേറ്റഡ് ഷീറ്റ് എന്ന് പറയും. നമ്മൾ ഈ PVCയുടെ പോലത്തെ ഒരു ഷീറ്റ് വാങ്ങാൻ കിട്ടും. നിറച്ച് ഹോളുള്ള ഒരു ഷീറ്റാണ് കോറുഗേറ്റഡ് ഷീറ്റ്. നമ്മൾ ഈ പോസ്റ്റുകളുമൊക്കെ ആളുകൾ അഡ്വർടൈസ്മെൻറ്റ് എഴുതി വെച്ചേക്കുന്ന ഇത് കാണും. അങ്ങനത്തെ PVC ഷീറ്റ് തന്നെയാണ് ഈ കോറുഗേറ്റഡ് ഷീറ്റ് എന്ന് പറയുന്നത്. അത് ചുരുട്ടി കെട്ടി ഇതിൻ്റെ അടിയിൽ ചുരുട്ടി കെട്ടി വെക്കുകയാണ് ചെയ്യുക. വട്ടത്തിൽ ഇങ്ങനെ ചുറ്റി കെട്ടി വെക്കുകയാണ് ചെയ്യുക. എൻ്റെ വെച്ചിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിപ്പോയിട്ടുണ്ട്. അത് ഇപ്പോൾ എനിക്ക് ആവശ്യമില്ല, കാരണം അല്ലാതെ തന്നെ ധാരാളം ഈച്ചകളകത്ത് പോയി മുട്ടയിട്ട് ലാർവകൾ ധാരാളം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് തുടക്കത്തിൽ ആ ഒരു ഷീറ്റ് ഇതുമ്മേ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈ ഹോളിൽ കൂടെ കടന്ന് ഉള്ളിലേക്ക് വരുന്ന ഈച്ച ഈ കോറുഗേറ്റഡ് ഷീറ്റിൻ്റെ ഉള്ളിലത്തെ ഹോൾസിലൊക്കെ മുട്ടയിടുകയും മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവകൾ ഈ വേസ്റ്റിലേക്കാണ് ഡയറക്റ്റ് വന്ന് താഴോട്ട് വീഴുക. ഇവിടെ നിന്ന് നേരെ താഴോട്ട് വേസ്റ്റിലേക്ക് വീഴും. ഇതാണ് ഈ ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഈ താഴോട്ട് വീഴുന്ന ലാർവകൾ ഈ വേസ്റ്റ് ഫുള്ള് കഴിച്ചുകൊണ്ടിരിക്കും. അത് കഴിക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന വേസ്റ്റിൽ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വെള്ളം പോകുന്നതിനായിട്ട് നമ്മൾ അടിഭാഗത്തായിട്ട് ഇതുപോലെ കണ്ടോ വീണ്ടും 1 ഇഞ്ചിൻ്റെ ഒരു ഹോളടിച്ച് അതിൽ FT ഫിറ്റ് ചെയ്തതിന് ഇതിനെയാണ് നമ്മൾ MT എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഫിറ്റ് ചെയ്ത് അത് പൈപ്പ് നമ്മളിതുപോലെ സ്ലറി കളക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഇതുപോലെ നമുക്ക് സ്ലറി കിട്ടും. ഞാൻ ഇന്നലെ ഇതിൻ്റെ സ്ലറിയൊക്കെ ഒഴിച്ച കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ഒരു അര ബക്കറ്റൊക്കെ ഒരു സ്ലറി ഉണ്ടാവും. അപ്പോൾ ഈ സ്ലറി വളരെ നല്ല ഒരു വളമാണ്. ചെടികൾക്ക് ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ യൂറിയ കണ്ടൻറ്റ് നല്ല പോലെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തഴച്ചു വളരും. ഇപ്പോൾ ചീരകൾ, അതുപോലെ മുളക്, ചീരകൾക്കാണ് പ്രത്യേകമായിട്ട് നമുക്ക് അറിയാൻ പറ്റുക. ഒഴിച്ച് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇലകൾ നല്ല പോലെ തഴച്ചു വളരും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലറി കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ പൈപ്പ് വെച്ചത്. ഞാനിവിടെ പൈപ്പിൻ്റെ ഇത് ഹോളടിച്ച് ഇത്തിരി വലുപ്പം വ്യത്യാസം വന്നപ്പോൾ നമ്മുടെ MCയിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് സീൽ ചെയ്തത്. MCയിൽ ചുറ്റുവട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും, കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് താഴെ ഹോളിട്ട് നമുക്കിതുപോലെ സ്ലറി സ്വീകരിക്കാം. പിന്നെ ഈ ഇതിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ലറി താഴത്തോട്ട് വീഴാൻ ബക്കറ്റിലോട്ട് കറക്റ്റ് വീഴുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 2-3 വാട്ടർ ബോട്ടിൽ ക്യാനുകൾ ഞാൻ ചെടി കുഴിക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ക്യാനുകളാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 3 ക്യാനിൻ്റെ മുകളിലാണ് ഞാനിതൊരു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു കുറച്ച് കല്ല് ഇഷ്ടിക എന്തെങ്കിലും അടുക്കി വെച്ചിട്ട് അതിൻ്റെ പൊക്കത്തിൽ കയറ്റി വെച്ച് കഴിഞ്ഞാലും മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും വരുന്ന കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന സ്ലറി നേരെ തന്നെ ഈ ബക്കറ്റിലോട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിൽ വെച്ച് ഈ ഒരു ഹൈറ്റിൽ ഒരു ബക്കറ്റിൻ്റെ ഹൈറ്റിൽ പൊക്കി വെച്ച് കഴിഞ്ഞാൽ സ്ലറി നമുക്ക് കറക്റ്റായിട്ട് ഇതിലേക്ക് തന്നെ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പൊക്കി വയ്ക്കുന്നത് കൊണ്ട് ഇത് മറിഞ്ഞു വീഴരുത്. കാരണം ഈ ഒരു ഡ്രമ്മ് നിറയുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഡ്രമ്മ് നിറയുമ്പോൾ മറിഞ്ഞു വീഴാത്ത രീതിയിൽ കറക്റ്റായിട്ട് നമുക്ക് പൊസിഷൻ ചെയ്ത് പൊക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ലറി ഇതിലേക്ക് തന്നെ കളക്ട് ചെയ്യാൻ പറ്റും. ഈ സ്ലറിയുടെ കൂടെ തന്നെ ഈ ലാർവകളും ചിലപ്പോൾ പുഴുക്കൾ ഇതിൻ്റെ അകത്തേക്ക് വീഴും. അത് കുഴപ്പമില്ല, അത് നമുക്ക് ചെടികളുടെ കടയ്ക്ക് ഒഴിച്ചു കൊടുക്കാൻ. ചെടികൾക്ക് യാതൊരു ഉപദ്രവവും അത് ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ വേസ്റ്റ് വരുന്ന സംഭവം ഉണ്ടല്ലോ, ഈ വരുന്ന ബയോ വേസ്റ്റ് നമ്മുടെ ഇട്ട് ഈ ലാർവകൾ തിന്ന് കഴിഞ്ഞ് വരുന്നത്, ഇതിപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ ഇട്ടിട്ടുള്ള വേസ്റ്റാണിത്. അതിൻ്റെ കുറച്ച് താഴത്തെ ലെയറിൽ ബ്ലാക്ക് കളറായി കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ചെടികൾക്കൊക്കെ ഇടുന്നത് ഇതിൻ്റെ വളമാണ്. നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വളം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ചാണകം പോലെ തന്നെയാണ്. കണ്ടോ, ഇതിൻ്റെ ഇളക്കി കാട്ടി തരാം. കണ്ടോ, കറക്റ്റ് ചാണകത്തിൻ്റെ ഒരു ടെക്സ്ചർ തന്നെയാണ് ഇതിന്. ഉണക്ക ചാണകം പോലെ ഇരിക്കും. നമുക്കത് ശരിക്കും നല്ല വളക്കൂറുള്ള ഒരു വളമാണ്. നമ്മുടെ ചാണകപ്പൊടി ഇടുന്ന പോലെ അതേ എഫക്റ്റാണ്. കണ്ടോ, നല്ലൊരു ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെടികൾക്ക് മുഴുവൻ വളമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് ശരിക്കും പറയുന്നത് നമ്മുടെ അടുക്കള തോട്ടത്തിന് വേണ്ട വളം മുഴുവൻ ഈ ഒരു BSF ലാർവയുടെ ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാർവയുടെ തീറ്റയിൽ നിന്ന് നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി തോട്ടത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ വളവും ഈ ഒരു ഇതിൽ നിന്ന് കിട്ടും. അതായത് ജൈവ സ്ലറി വഴി നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അതാത് ദിവസത്തേക്ക് വേണ്ട വളം കിട്ടും.
അതുകൂടാതെ ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം കഴിയുമ്പോൾ ഈ ഡ്രം നിറയുമ്പോൾ ഇതിൽ നിന്ന് എടുക്കുന്ന ഉണക്ക കമ്പോസ്റ്റ്, ഇതിൻ്റെ ലാർവയുടെ കമ്പോസ്റ്റ് നമുക്ക് ചാണകം പോലെ തടത്തിലിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷം മുഴുവൻ ചെടികൾക്കുള്ള വളമായി. അപ്പോൾ ഇതാണ് ഒരു ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുമ്പോൾ ഇതാണ് ഏറ്റവും നല്ല ഒരു ബയോ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് ഞാൻ പറയും. കാരണം ഇതുകൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ ഇതിൻ്റെ ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡ്രമ്മിന് 600 രൂപയാണ് വാങ്ങിയപ്പോൾ ആയതെന്ന് തോന്നുന്നു. ഇതൊരു 3-4 വർഷമായി ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ 600 രൂപ, പിന്നെ ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾക്കെല്ലാം കൂടെ ആകെ കൂടെ ഒരു 100-200 രൂപ മാക്സിമം വരുള്ളൂ. അപ്പോൾ ഒരു 800-1000 രൂപ മാക്സിമം വിചാരിച്ചാൽ പോലും ഈ സാധനത്തിന് നമുക്ക് എനിക്ക് തോന്നുന്നത് ഇതൊരു 20-30 വർഷമൊക്കെ അത് ഉപയോഗിച്ചാൽ ഈ ഡ്രമ്മിന് കേടുവരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡ്രമ്മാണ്. ഈ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ വേസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ തീർന്നു. പിന്നെ ഞാനിപ്പോൾ ഒരു കുറേ വർഷങ്ങളായിട്ട് ഇത് നമ്മൾ ബയോ വേസ്റ്റ് നമ്മൾ ഹരിതകർമ്മസേനയ്ക്കൊന്നും കൊടുക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. നമുക്കിത് നിറയില്ല. എത്ര ഇട്ടാലും നമ്മൾ നിറഞ്ഞു വരാറില്ല. 8 മാസമൊക്കെ ആകുമ്പോഴത്തേക്കാണിത് 1/4 ഭാഗം വരെ ആവുന്നത്. അപ്പോൾ നമുക്കിത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ശരിക്കും എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇത് എന്തുകൊണ്ടാണ് ഇത്രയും ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഈ ഒരു വേസ്റ്റ് ഡിസ്പോസൽ അല്ല ബയോ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ ഗവൺമെൻറ്റുകൾ പ്രോത്സാഹിപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു കുടുംബത്തിന് നമുക്ക് ബെയർ ചെയ്യാവുന്ന ഒരു 600 രൂപ അല്ലെങ്കിൽ 800 രൂപയുടെ ചിലവിലുണ്ടാക്കാവുന്ന ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു മാലിന്യ നിർമ്മാർജ്ജന സിസ്റ്റം ഉള്ളപ്പോഴാണ് നമുക്ക് ഇതൊന്നും ഉപയോഗിക്കാതെ വേസ്റ്റ് പുറത്തോട്ട് വലിച്ചെറിയുക, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ കളക്ട് ചെയ്യുക, ഇത് എല്ലാം കൊണ്ട് ഒരു സ്ഥലത്ത് ഡംപ് ചെയ്യുക, അങ്ങനെയുള്ളൊരു കമ്പോസ്റ്റിങ്ങിനേക്കാൾ നല്ലത് വീടുകളിൽ തന്നെ ഇത് സംസ്കരിക്കാൻ പറ്റുമ്പോൾ എന്തിനാണ് ഇത് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കാത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ചിലർക്ക് ഇതിനെ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട്, ഇതിൽ നമുക്ക് ഈ ലാർവകൾ ഉണ്ടാവുമല്ലോ, ഈ ചെറിയ പുഴുക്കളെ കാണുമ്പോൾ ആളുകൾക്ക് പേടിയാണ്. പുഴുക്കൾ എന്തെങ്കിലും ചെയ്യുമോ, പുഴുക്കളിൽ നിന്ന് രോഗം വരുമോ എന്നൊക്കെയുള്ള പേടിയുണ്ട്. ഇതിൻ്റെ പുഴുക്കൾ വളരെ സൗമ്യരാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള രോഗബാധകൾ വരുത്തുന്ന ഒരു പുഴുക്കളല്ല ഇവർ. വളരെ എന്താ പറയുക, രോഗങ്ങളൊന്നും നമ്മൾ സാധാരണ കൊതുക് വളരുന്ന പോലെയോ അല്ലെങ്കിൽ ഈച്ച വളരുന്ന പോലെയോ ഉള്ള ബുദ്ധിമുട്ടുകളൊന്നും ഈ ഒരു മിണ്ടാപ്രാണീനെ കൊണ്ടില്ല. ഇത് വളരെ നമുക്ക് ഉപദ്രവകാരിയല്ലാത്ത ഒരു ഈച്ചയാണ് ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ. അപ്പോൾ ഇതിനെ ശരിക്കും നമുക്ക് വീടുകൾ വളർത്താം. അപ്പോൾ ഇതിൻ്റെ ഈ ലാർവ ഒരു ഉപദ്രവം നമുക്ക് ഉണ്ടാക്കുന്നില്ല. കാണുമ്പോൾ കാഴ്ചയിൽ കുറച്ചൊരു അരോചകമായി തോന്നുന്നു വെച്ച് കഴിഞ്ഞാലും നമ്മുടെ പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ, അതായത് മാലിന്യ സംസ്കരണത്തിലുള്ള പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ലാർവ നമുക്ക് ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. അപ്പോൾ നിങ്ങൾ ഇനിയും ഈ ഒരു യൂണിറ്റ് നിങ്ങളുടെ വീടുകളിൽ, ഇങ്ങനത്തെ ഒരു BSF ലാർവ യൂണിറ്റ് നിങ്ങളുടെ വീടുകളിൽ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഇത് ചെയ്യണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മളൊരു ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ സ്റ്റേറ്റിനെ ആശ്രയിക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ഒരു 800 രൂപ നമുക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റാത്തവരൊന്നും അധികം ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മുടെ ജീവിതകാലത്തേക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വേസ്റ്റിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിലിടുക. അപ്പോൾ ഞാനിതൊരു പരീക്ഷണമായിട്ടാണ് ആദ്യം ചെയ്ത് നോക്കിയത്. യൂട്യൂബിൽ നമുക്ക് ഇതുപോലത്തെ കുറേ വീഡിയോസൊക്കെ കാണുമ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ചെയ്തവർ നിങ്ങളുടെ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഇതിൽ അഡീഷനായിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ, കമൻറ്റിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും സഹായകമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോസിന് റീച്ച് കുറവാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.